അങ്ങനെ വലിയ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ എനിക്ക് തോന്നിയൊരു കാര്യം ഉണ്ടായപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ എത്രയധികം ആളുകൾ ഒരു വിമർശനത്തിനോട് തന്നെ അതികഠിനമായി പ്രതികരിച്ചു. എത്ര കാര്യം അവരുടെ നിലപാട് പറഞ്ഞു എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. പലയിടത്തും രക്ഷിച്ചു പിടിക്കാനുള്ള കാര്യങ്ങളുണ്ടാകുമ്പോൾ ഇവിടെ തന്നെ എത്രയോ ആളുകൾ പൊടുന്നതിന് തന്നെ കേട്ട പാടി തന്നെ അതിനോട് കൃത്യമായിട്ട് റിയാക്ട് ചെയ്യുകയും അതിനുവേണ്ട തീരുമാനങ്ങൾ എടുക്കുകയൊക്കെ ചെയ്തു എന്നുള്ളത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമായിട്ടാണ് തോന്നുന്നത് എനിക്ക്. രാഹുലിനെ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്നൊരു അഭിപ്രായം ഒരു വിഭാഗം പറയുകയും ചെയ്യുന്നുണ്ട്. കേസ് പ്രൂവ് ചെയ്യുന്നത് വരെ അതിന്റെ കാര്യങ്ങളില്ലെന്ന് തോന്നുന്നു. അത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടോ. നമ്മളെപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാകുമ്പം ഇതൊരു ആദ്യത്തെ ഇഷ്യൂ അല്ലേ. ഇതിനു മുമ്പ് തൊട്ട് പല കാലങ്ങളിൽ പലതരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായതുകൊണ്ട് എല്ലാവരും പണ്ട് തൊട്ട് റെഫറൻസ് എടുക്കും. അന്നങ്ങനെ ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്താ ഇങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ചോദ്യം ഉണ്ടാകുന്ന രീതിയിൽ ഇതിങ്ങനെ കാലാകാലങ്ങളായിട്ട് വരുന്നൊരു ശീലത്തിന്റെ ബാക്കിയായിട്ടല്ലേ നിൽക്കുകയുള്ളൂ. അപ്പം അയാൾ ചെയ്തില്ലല്ലോ, ഇയാൾ ചെയ്തില്ലല്ലോ, മറ്റയാൾ ചെയ്തില്ലല്ലോ എന്നുള്ള ചോദ്യം വെക്കുന്നിടത്തോളം നമുക്കിതിന് പ്രസക്തിയില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഇതിനൊരു തീരുമാനം ഉണ്ടാകണം. ഇതിപ്പോൾ ഒരു ആരോപണം പ്രത്യാരോപണം എന്നുള്ളതിനപ്പുറം ഒരു തീരുമാനമാകുന്നത് വരെ നമുക്കതിനകത്ത് ഒരു നിലപാടെടുക്കണമെന്ന് വേട്ടയാടൽ പാടില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് പൊളിറ്റിക്സ് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേട്ടയാടപ്പെടും. അത് അല്ല, ആരോപണങ്ങൾ ഉണ്ടായാലും പാർട്ടിക്ക് എന്നല്ല വ്യക്തിക്ക് എന്നല്ല എന്തിലും നമുക്കുണ്ടാകാം. എല്ലാത്തരം ഡാമേജും ഉണ്ടാവുമല്ലോ. പാർട്ടിക്ക് എന്നല്ല വ്യക്തിക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ഡാമേജ് ഉണ്ടാകും ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ. പക്ഷേ ആരോപണങ്ങളാണല്ലോ, അത് വളരെ പ്രൂവിയായിട്ട് അത് പറയാം. അതെല്ലാവരും സുഹൃത്തുക്കളാണ്, അവരെല്ലാവരും ഒന്നിച്ച് നടക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ തന്നെ പറയുള്ളൂ. ഒരു സർവ്വനാമം ചേർത്തേ പറയുള്ളൂ. ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തന പ്രശ്നം ഉണ്ടായാലും അടങ്കല്ലേ പറയുള്ളൂ. ഇപ്പം